ഹലോ, നമസ്കാരം. കണിച്ചുകുളങ്ങരയിൽ നിന്നും പെരുന്നയിലേക്കുള്ള ദൂരം കുത്തനെ കുറഞ്ഞ ദിവസമാണിന്ന്. സമദൂരം ശരിദൂരമാകുമോ എന്ന് കണ്ടറിയാം. 1949-50 കാലത്ത് ഹിന്ദു മഹാമണ്ഡലവുമായി മന്നവും ആർ ശങ്കറും ഇറങ്ങിയതാണ്. വിമോചന സമരകാലത്തും ഇരുവരും കൈകോർത്തു. കാലം പലത് കടന്നു. പമ്പാ നദിയിലൂടെ വെള്ളം പിന്നെയും ഒഴുകി. NSSന്റെ ആശീർവാദത്തോടെ NDPയും SNDP യോഗത്തിന്റെ തണലിൽ SRPയും കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയർന്ന് എരിഞ്ഞടങ്ങി. പിന്നെയും രണ്ട് സമുദായ സംഘടനകളും കൂട്ടുകൂടുകയും പിണങ്ങിപ്പിരിഞ്ഞിട്ടുമുണ്ട്. വീണ്ടും ഒരു ബാന്ധവകാലമാണ്. ഇന്നത്തെ വാർത്താദിനത്തിലെ പ്രധാന വാർത്തയും ഇതായിരുന്നു. ഈ വാർത്താന്തരീക്ഷത്തിനിടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. നഗരഹൃദയത്തിലെ നരക ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത്. എറണാകുളം പാതാളം പഞ്ചായത്ത് കോളനിയിലെ 27 കുടുംബങ്ങളിലെ 130 പേർക്ക് ആകെയുള്ളത് ഒരു പൊതുശുചി മാത്രം. അസൗകര്യങ്ങളും മാലിന്യവും വീർപ്പുമുട്ടിക്കുന്ന കോളനിയിലെ ജീവിത ദുരന്തം വാക്കുകളിൽ വരച്ചിടാനാവില്ല. ഇതും കേരളത്തിൽ തന്നെയോ എന്ന് തോന്നിപ്പിക്കും ഇവരുടെ ജീവിതം കണ്ടാൽ. നമ്പർ 1 കേരളം, നമ്പർ 1 അവഗണന. താമസിക്കാൻ വീട് വേണം. ഞാൻ മരിച്ചാണ് ഇവിടെ തന്നെ മരിക്കണം. നിങ്ങൾ തന്നെ എടുത്തു ശവക്കോട്ടേക്ക് കൊണ്ടുപോകും. ഒരു ഇതും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. എനിക്ക് ഒരു ഉപകാരം ഇതിനകത്ത് എനിക്ക് ചെയ്തു തരാം. എനിക്ക് അത്രയും സങ്കടമുണ്ട്. 25 കൊല്ലം ഈ നരകത്തിൽ കിടന്ന് ഞാൻ അറിയിക്കണത്. വയസ്സുകാരി വെള്ളയമ്മ, 67കാരി മുത്തുലക്ഷ്മി. കണ്ണീരുണങ്ങാതെ ഇവരിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷത്തിലധികമായി. ഈ വാക്കുകളും കണ്ണുനീരും 2 പേരുടേത് മാത്രമല്ല, 27 കുടുംബങ്ങളുടെ കൂടിയാണ്. ഇതാണ് എറണാകുളം ജില്ലയിലെ പാതാളം പഞ്ചായത്ത് കോളനി. 2000-2005 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മാർക്കറ്റ് പണിയുന്നതിനായി വാങ്ങിയതാണ് 67 സെന്റ് ഭൂമി. ഇതിൽ ഒരു പൊതു ശൗചാലയം, ശ്മശാനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുണ്ട്. ബാക്കി വരുന്ന ഭൂമിയിലാണ് 27 കുടുംബങ്ങൾ താമസിക്കുന്നത്. 40 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് വൈദ്യുതി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്രയും ആളുകൾക്ക് ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രം. അതിലുള്ളിലെ 2 ടോയ്ലറ്റുകളുടെ ഫ്ലഷ് ടാങ്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ച് പുറത്തേക്ക് പോകുന്നു. കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന വെള്ളം മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. പൊതു ടോയ്ലറ്റിൽ കെയർടേക്കറായി നിർത്തിയതാണ് മുത്തുലക്ഷ്മിയെ. പക്ഷേ കൂലി കിട്ടുന്നില്ല. 27 കുടുംബങ്ങൾ 100 രൂപ വീതം നൽകുന്നതാണ് വരുമാന മാർഗം. പെൻഷനും ഈ തുകയും ഉപയോഗിച്ചാണ് മുത്തുലക്ഷ്മി ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനും മറ്റുമായുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. നമ്പറാന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിന് ഇങ്ങോട്ട് കയറി വന്ന അങ്ങനെയുണ്ട്, എന്താ ഏതാന്നൊന്നും അന്വേഷിക്കാറില്ല. ആരെങ്കിലും വലിയ ആൾക്കാർ വരുമ്പോൾ ഇവിടെ വരും. 2 ആൾക്കാരെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരും. വന്നിട്ട് വെറുതെ അങ്ങോട്ട് കാറ്റ് കുട്ടിയിട്ട് എന്നെ പുറത്ത് നിൽക്കാൻ പറയും. ഞാൻ പുറത്ത് നിൽക്കണം. പക്ഷെ നന്നാക്കണം ഞാനാണ്. അവർ വരുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കണം. അവർ വന്ന് നന്നാക്കി അവർ പേരും കൊണ്ട് അവർ പോകും. ഇതിൽ നിന്ന് ഒരു വകയില്ല. ആകെ കിട്ടണേ എനിക്ക് 2400 രൂപ കിട്ടും എല്ലാം വീട്ടുകാരിൽ നിന്ന്. 2 വീട്ടുകാരില്ല. അപ്പോൾ ആ കാശും കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ചിലവും ഞാൻ ബാത്റൂമിൻ്റെ ഉപയോഗിക്കുക, മരുന്നുകൾ, RPK, ബ്ലീച്ചിങ് പൊടി ഇതൊക്കെ മേടിച്ച് ഞാൻ ചെയ്യുന്നത്. 2 ദിവസം അടുപ്പിച്ചു മഴ പെയ്താൽ മുഴുവൻ കുടുംബങ്ങളിലും വെള്ളം കയറും. പാമ്പിന്റെ ശല്യവും അടച്ചുറപ്പുള്ള വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ശൗചാലയമില്ലാത്തതും നിരന്തരം പരാതിപ്പെട്ടു മടുത്തു.
ചെല്ലുമ്പോൾ പറയുന്നത് കുടിയേറ്റ ഭൂമിയിലാണെന്ന്. ഞാൻ ദൈവം കൈയെടുത്ത് തൊഴുവ് പറയാ. ഞങ്ങൾ പാവപ്പെട്ട പറയാം, വേറെ ദൂരമൊക്കെ പോയി ഒരു വീടൊക്കെ പണിത് ഏതൊക്കെ ചെയ്താലും ഞങ്ങൾ ഇവിടെ പണിക്ക് നിൽക്കുന്നത് പാതാളത്തിൽ തന്നെയാണ്. എനിക്ക് 2 പെമ്പിളറുണ്ട്. ഒരു കൂലിമുറി ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബാത്റൂം ഒക്കെ എടുക്കണം വെക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം മാറി നിൽക്കണം ചെയ്യണപ്പോൾ ആ രീതിയിൽ കൊണ്ട് റെഡിയാക്കി തരണം. വെള്ളമില്ല കൊള്ളിയില്ല, നമ്മൾ മുറിയില്ല ബാത്റൂം അത് റെഡിയാക്കി തരണം. സ്വന്തമായിട്ട് വീട് പണി അവിടെ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് പുറത്തും പോകാൻ പറ്റാത്തൊരു അവസരമാണ്. എടുക്കാനും ഒരു നോർക്കയില്ല, ഒരു പണിയെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു വീട് എന്തായാലും. അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ ഇവരുടെ അവസ്ഥ കാണണമെന്നാണ് കൗൺസിലറും പറയുന്നത്. നഗരസഭ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതൊരു നല്ലൊരു പ്ലാൻ പാസ്സാക്കി അടിയന്തിരമായിട്ട് ഇവരും മനുഷ്യരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളും വീടും നിർമ്മിച്ച് നൽകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതും കേരളത്തിൽ തന്നെയാണ്. ഇവർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ്. മറ്റൊന്നും ഇവർ ആവശ്യപ്പെടുന്നുമില്ല. ഇത് ഇന്നോ ഇന്നലെയോ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളല്ല, വർഷങ്ങളായിട്ട് ഇവിടെയുള്ളവരാണ്. ആരെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവരുടെ അവസ്ഥ കണ്ടറിയണം, പരിഹാരമുണ്ടാകണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം അൻമരിയ സണി, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, നരകതുല്യമായ നരക ജീവിതമാണ് അവരുടേത് എന്ന കാര്യം. നൌഷാദ് പുന്നത്തല പറയുന്നു, ഇവിടെയുള്ള MLA-ക്കും വാർഡ് മെമ്പർക്കും ഇവരുടെ ജീവിതം ഇങ്ങനെയായതിൽ ഉത്തരവാദിത്വമുണ്ട്, പാവം ജനങ്ങളെന്ന്. വനജ PR പറയുന്നു, ശരിക്കും നരക ജീവിതമെന്നാണ്, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ, അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന കാര്യമാണ് പറയുന്നത്. ജാസ്മിൻ ജോർജ് പറയുന്നു, പാവങ്ങളെ കൂടി അധികാരികൾ പരിഗണിക്കണം, കണ്ടിട്ട് സങ്കടം വരുന്നു എന്ന കാര്യം. ഇങ്ങനെ ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സുരേഷ് ബാബു പറയുന്നുണ്ട്, വിമർശിക്കുക മാത്രമല്ല വികസനത്തിൻ്റെ വാർത്തകൾ കൂടി കൊടുക്കണമെന്ന്. തീർച്ചയായും പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടി കാണുന്ന പ്രേക്ഷകർക്കറിയാം, വിമർശനം മാത്രമല്ല, ഇതിൽ നല്ല വാർത്തകൾ കൂടി പലപ്പോഴും ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ അധികാരികളുടെ കണ്ണ് പല വിഷയങ്ങളിലും തുറപ്പിക്കുക. പൊതുജനങ്ങളെ കഴുതയായി കാണുന്ന ചിലരെങ്കിലുമുണ്ട്. അവർ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കാതെ അത് പരിഹരിക്കാതെ പലപ്പോഴും പോകുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി. അതുകൊണ്ട് ഏതായാലും ഈ പാതാളത്തെ ജനങ്ങളുടെ ദുരിത ജീവിതം മാറ്റുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം കാണണമെങ്കിൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തു കൂടി സഞ്ചരിച്ചാൽ മതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തലസ്ഥാന നഗരം വീണ്ടും അനധികൃത ഫ്ലെക്സ് ബോർഡുകളാൽ നിറഞ്ഞു. നിയമം പാലിച്ച് മാതൃകയാകേണ്ട സർക്കാർ വകുപ്പുകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഭൂരിഭാഗം ഫ്ലെക്സുകളുടെയും അവകാശികൾ. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം അവഗണിച്ചാണ് യാത്രക്കാരുടെ കാഴ്ച മറച്ചുള്ള അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ. നടപടിയെടുക്കേണ്ട കോർപ്പറേഷന് ഇതൊന്നും കണ്ട ഭാവമേയില്ല. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ, കൊടിതോരണങ്ങൾ, ബാനറുകൾ എല്ലാം നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി വിധി വന്ന് ഒരു വർഷമാകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പരിധിവരെ നിർദ്ദേശം പാലിക്കപ്പെട്ടിരുന്നു. പക്ഷെ വീണ്ടും നഗരം പഴയപടിയായി. പാളയം, സെക്രട്ടേറിയറ്റിന് പരിസരം, കിഴക്കേക്കോട്ട തുടങ്ങി എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡുകളുണ്ട്. നിയമം പാലിക്കേണ്ട സർക്കാർ, മാതൃകയാകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരുടെയും പിതൃത്വം അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കുണ്ട്. പരിപാടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പരിപാടി കഴിഞ്ഞാൽ പോലും മാറ്റില്ല. ബുദ്ധിമുട്ട് നേരിടുന്നവർ കൂടുതലും ഡ്രൈവർമാരാണ്. ജംഗ്ഷനുകളിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ സൈഡുകളിലൊക്കെ വെച്ചാൽ വേറെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ബാക്കി നമുക്കൊരാൾ ഓടി വന്നാലോ ഒന്നും കാണാനും ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല. ബേക്കുന്ന ഒരു വണ്ടി വന്നാലും അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് തിരിയുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി അവിടെ നിന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം ഈ ബോർഡ് ശരിക്കും മറവായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ജംഗ്ഷനുകളിലൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പരിപാടി കഴിഞ്ഞാൽ ബോർഡ് മാറ്റേണ്ടത് തന്നെയാണ്.
അത് എവിടെ ആയാലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടി ആയാലും മറ്റുള്ള പ്രവർത്തനങ്ങളായാലും അത് ഒരു പ്രചരണമല്ലേ. പ്രചരണത്തിൻ്റെ ഭാവന വയ്ക്കുന്നു, ആ സമയം കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുക എന്നാണ് അതിൻ്റെ സമയം കഴിഞ്ഞ് മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പ്രചരണം എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്നതും പ്രചരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അപ്പം അത് ചെയ്യുന്നതിന് തെറ്റില്ല, കഴിഞ്ഞ് മാറ്റുക എന്നുള്ളതാണ്. നഗരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കണമെങ്കിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. ബോർഡിന്റെ വലുപ്പവും സ്ഥലവും വ്യക്തമാക്കി സ്ഥാപിക്കുന്നതിന് 7 ദിവസം മുൻപ് കോർപ്പറേഷനിൽ അപേക്ഷ നൽകി അനുവാദം വാങ്ങണം. പരിപാടി കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അവ നീക്കം ചെയ്യണമെന്നുമാണ് നിബന്ധന. നഗരത്തിലെ ഭൂരിഭാഗം ബോർഡുകളും ഇവയൊന്നും പാലിക്കാതെ സ്ഥാപിച്ചവയാണ്. അനധികൃത ബോർഡുകൾക്കും ഫ്ലക്സുകൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കുറ്റമായി കണ്ട് പിഴ ചുമത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർക്കാണ് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എല്ലാം വേഗത്തിൽ പഴയപടിയായി. വിഷ്വൽ പൊല്യൂഷൻ എന്നായിരുന്നു ഹൈക്കോടതി അനധികൃത ഫ്ലക്സ് ബോർഡുകളെയും കൊടിതോരണങ്ങളെയും വിശേഷിപ്പിച്ചത്. ആ വിധി വന്ന് 1 വർഷമാകുന്നതിന് മുൻപ് തന്നെ തലസ്ഥാന നഗരം വീണ്ടും അതേ വിഷ്വൽ പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പുതുതായി അധികാരത്തിലെത്തിയ തദ്ദേശ സ്ഥാപനത്തിലെ അധികാരികൾ ഇതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടി വരും. ഇല്ല എങ്കിൽ വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജോസിൻ ജോസഫ് പറയുന്നു, രാഷ്ട്രീയക്കാർക്ക് കോടതിയെപ്പോലും പേടിയില്ലാതെ ആയിരിക്കുന്നു. റോഡിന്റെ എല്ലാ വളവിലും ഫ്ലെക്സ് ഉള്ളതുകൊണ്ട് അപകടങ്ങൾ പതിവാണ് എന്ന കാര്യം. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, പലപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഫ്ലെക്സ് ബോർഡിന്റെ കാഴ്ച മറയ്ക്കുന്ന പ്രശ്നം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം. രഘുനന്ദനൻ പറയുന്നു, കോടതി നിർദ്ദേശം ഗവൺമെന്റ് പാലിക്കുന്നില്ല എങ്കിൽ കോടതിക്ക് എന്തുകൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ല എന്ന കാര്യം. തീർച്ചയായും ഈ വിഷയത്തിൽ കോടതി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറാണ് ഈ വളരെ കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു നിർദ്ദേശം, അനധികൃത ബോർഡുകളൊക്കെ നീക്കം ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിലടക്കം കാണുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും കോടതിയും ഇടപെടും, അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോട്ടോർ വാഹന വകുപ്പിന് KSEBയുടെ ഷോക്ക് ഏൽപ്പിക്കൽ തുടരുകയാണ്. ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതാണ് MVDയുടെ ഫ്യൂസ് ഊരാൻ കാരണം. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് ഊരിയിട്ട് ആഴ്ച 2ആയി. കുടിശ്ശിക അടച്ചതുമില്ല, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഇപ്പോഴിതാ കാസർഗോഡ് വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസും ഊരിയിരിക്കുന്നു. 5 ദിവസമായി ഇവിടെ ജീവനക്കാർ ഇരുട്ടിലാണ്. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ വൈദ്യുതി ഈ മാസം 2-നാണ് മരുത റോഡ് KSEB അധികൃതർ വിച്ഛേദിച്ചത്. 2 മാസത്തെ തുകയായ 55,476 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. ഇതിനു പുറമെ ജനുവരി മാസത്തെ 23,332 രൂപയുടെ ബില്ലും കൈമാറിയിട്ടുണ്ട്. ഓഫീസിന്റെ മെയിന്റനൻസ് ചുമതലയുള്ള കെൽട്രോണുമായുള്ള കരാർ ഉടമ്പടിയിലുണ്ടായ തർക്കമാണ് ബില്ലടയ്ക്കുന്നത് വൈകാൻ കാരണം. പ്രശ്നം പരിഹരിക്കാൻ വകുപ്പ് തലത്തിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. ഓഫീസിലുള്ളത് വൈദ്യുത വാഹനങ്ങളായതിനാൽ 5 വാഹനങ്ങളും ചാർജ് ചെയ്യാനാകുന്നില്ല. ഇതുമൂലം 2 ആഴ്ചയിലേറെയായി സ്ക്വാഡിന്റെ പരിശോധന നിലച്ചു. തീർന്നില്ല. ജില്ലയിലെ 6 താലൂക്കുകളിലുള്ള 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും നിലച്ചു. പ്രതിമാസം 2.5 കോടി രൂപയുടെ വരുമാനം സർക്കാരിന് നൽകുന്ന ഓഫീസിനാണ് ഈ ഗതികേട്. കാസർഗോഡ് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത് ഈ മാസം 13-നാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിലായി 72,000 രൂപയാണ് കുടിശ്ശിക. 2 ദിവസം UPS ഉപയോഗിച്ച് ഓഫീസ് പ്രവർത്തനം തുടർന്നെങ്കിലും പിന്നീട് ഇതും പ്രവർത്തനരഹിതമായി. പാലക്കാട്ടെ പോലെ കാസർഗോഡും നിരീക്ഷണ ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് പണിമുടക്കിയിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങളുടെ അവസ്ഥയും തഥൈവ. ഓഫീസുകളിൽ വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ അപേക്ഷ. ന്യൂസ് ഡെസ്ക് 24.
പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. റഫീഖ് പറയുന്നു, അടിപൊളി. MVD പാവങ്ങളെ പിഴിഞ്ഞെടുക്കുമ്പോൾ KSEB എങ്കിലും ഇങ്ങനെ ഒരു പണി കൊടുക്കട്ടെ എന്ന്. ജാസ്മിൻ ജോർജ് പറയുന്നു, ഏത് ഉന്നതനായാലും കറണ്ട് ബില്ല് അടയ്ക്കണം, MVDക്ക് എന്താ കൊമ്പുണ്ടോ എന്ന കാര്യം. മിനി ബാബു ആലപ്പുഴ പറയുന്നു, MVDക്കും ഫൈൻ കിട്ടി, അവർ എല്ലാവർക്കും ഫൈൻ കൊടുക്കുന്നവരല്ലേ, അവർക്കും പണി കിട്ടിയില്ലേ എന്ന കാര്യം. ഇങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പാലക്കാട്ട് നേരത്തെ MVDയുടെ ഫ്യൂസ് ഊരി, അതിപ്പോൾ ആഴ്ച 2 ആയിരിക്കുന്നു. ഇതുവരെ അവിടെ കറണ്ട് നൽകിയിട്ടില്ല, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. MVD ആകട്ടെ പണം KSEBക്ക് അടച്ചിട്ടുമില്ല. ഇപ്പോൾ കാസർകോട്ടെയും ഫ്യൂസ് ഊരിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം. 4-വരിപ്പാതയുടെ വികസനം കോഴിക്കോട്ടുകാർക്ക് വിനയായ ഒരു വിശേഷമാണിനി. നഗരത്തിൽ 6 ദിവസമായി വെള്ളമില്ല. പൈപ്പ് ഇന്റർ കണക്ഷൻ കൂട്ടിയോജിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ബീച്ച് ആശുപത്രിയുടെ പ്രവർത്തനവും ഇതോടെ പ്രതിസന്ധിയിലായി. അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരഹൃദയത്തിലാണ് ഈ ദുർഗതിയെന്ന് ഓർക്കണം. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ 6 ദിവസമായി വെള്ളമില്ല. ഇതാണ് കാരണം. വെള്ളിമാട് കുന്ന് മുതൽ നടക്കാവ് വരെ ഏതാണ്ട് 3 കിലോമീറ്റർ പരിധിയിൽ ആയിരക്കണക്കിന് വീട്ടുകാരാണ് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത്. നഗരഹൃദയത്തിലാണ് ഈ സംഭവം എന്ന് ഓർക്കണം. മാനഞ്ചിറ മലാപ്പറമ്പ് റോഡ് 4-വരിപ്പാത വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള ജലവിതരണ പൈപ്പ് ഇന്റർ കണക്ഷൻ കൂട്ടിയോജിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സിവിൽ സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെ 3 കിലോമീറ്റർ പരിധിയിൽ 1000-ഓളം വീടുകളിൽ 6 ദിവസമായി കുടിവെള്ളമില്ല. ഒരു ടാങ്ക് മതി, അടിച്ചു തന്ന അത്ര ബുദ്ധിമുട്ട് വരില്ല. ഇത് ആ പകൽ വീടിന്റെ അവിടെ വെള്ളം അടിച്ചു കൊടുത്ത് അവിടുന്ന് ഇവിടെ വന്ന് എടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും കഴിയില്ല. ഒക്കെ പിടിച്ചു ഞങ്ങൾക്ക് വന്നിക്കുന്നല്ലോ. വെള്ളം കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ പിടിച്ച് ഇന്നലത്തോടുകൂടി എല്ലാവരും വെള്ളം തീർന്ന്. വെള്ളമില്ലാത്ത വല്ലാത്ത പാടം ഞങ്ങൾക്ക് 156 വീടുണ്ട് ഇവിടെ. ആ 156 വീട്ടിൽ ഈ ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ സീഡിയ കോളനി ഒരു കിണറുണ്ട്, അതൊന്ന് വൃത്തിയാക്കി തന്നൊരു ടാങ്ക് വെച്ചടിച്ചാൽ നമുക്ക് കുടിവെള്ളം അല്ലാതെ ബാക്കിയെല്ലാം ചെയ്താൽ ബാക്കി കുടിക്കാൻ മാത്രം കൊണ്ടുവന്നാൽ മതി. ആര് ചെയ്യാൻ? അല്ലാതെ അവിടെ ഞങ്ങൾക്ക് തീരെ വെള്ളമില്ല. കുട്ടികളെവിടെയാണ് 3-4 കുട്ടികളും ആകെ സ്വീപ്പായി നിൽക്കുക. ഇപ്പൊ വരുന്നുണ്ട്, അതാ കുറേച്ചേ വരുന്നുള്ളൂ, അതും കലിഞ്ഞ വെള്ളം. വെള്ളം മുടങ്ങുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നതിനാൽ നേരത്തെ പിടിച്ചുവെച്ച വെള്ളവും 6 ദിവസം പിന്നിട്ടതോടെ കഴിഞ്ഞു. പിടിച്ചുവെച്ചിരുന്നു, അത് തീർന്നു. 4 ദിവസമായി വെള്ളം വന്നിട്ട്. ഇന്നലെ പകൽ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നത്. വലിയ പ്രയാസം വെള്ളത്തില്ല. ജലക്ഷാമത്തെ തുടർന്ന് ബീച്ച് ആശുപത്രിയുടെ താളവും തെറ്റി. 70% ജോലികളും പൂർത്തിയായെന്നും ഉടൻ വിതരണം പുനഃസ്ഥാപിക്കുമെന്നുമാണ് ജല അതോറിറ്റി അറിയിക്കുന്നത്. ഈ 2 പൈപ്പുകൾ തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. നല്ല സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷെ കോർപ്പറേഷൻ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ വീടുകളിലേക്ക് താൽക്കാലികമായി വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. ആ നീക്കം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നതും. അനൂപ് എസ്ആർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വന്നതോടെ രാഷ്ട്രീയ വാക്പോരിൽ വീണ്ടും പുകയുകയാണ് ബ്രഹ്മപുരം. മാലിന്യ പ്രശ്നം പരിഹരിച്ചെന്ന പഴയ ഭരണസമിതിയുടെ അവകാശവാദം യാഥാർത്ഥ്യമല്ലെന്ന് മേയർ VK മിനിമോൾ പറയുന്നു. ആരോപണങ്ങൾ അഴിമതിക്ക് കളമൊരുക്കാനാണെന്നാണ് മുൻ മേയർ തിരിച്ചടിച്ചത്. ബ്രഹ്മപുരത്ത് പുതിയ മാസ്റ്റർ പ്ലാനിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നാടിനെ പുകയിൽ മുക്കിയ തീപിടുത്തമുണ്ടായിട്ട് വർഷം 3 ആകുന്നു. 13 ദിവസം നീണ്ട രാപ്പകലത്ത അധ്വാനത്തിലൂടെയാണ് പുകയണച്ചത്. പക്ഷേ രാഷ്ട്രീയ വിവാദം പുകഞ്ഞുകൊണ്ടേയിരുന്നു. പുതുതായി ചുമതലയേറ്റ മേയർ VK മിനിമോൾ ബ്രഹ്മപുരം സന്ദർശനം നടത്തിയ പ്രസ്താവനയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ബ്രഹ്മപുരം സന്ദർശിച്ച് തൽസ്ഥിതി വിലയിരുത്തിയാണ് മേയർ VK മിനിമോൾ പഴയ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നത്. ബയോമൈനിംഗ് നടത്തി വീണ്ടെടുത്ത 104 ഏക്കർ സ്ഥലം പുഴയിൽ മുങ്ങിയ സ്ഥിതിയിലാണ്. മാലിന്യങ്ങൾ പ്രോസസ്സിംഗ് നടത്താതെ കൂട്ടിയിട്ടതിനാൽ പ്ലാസ്റ്റിക് മലയേക്കാൾ വലിയ മല രൂപപ്പെട്ടു. BPCL സഹകരണത്തോടെ സ്ഥാപിച്ച CBG പ്ലാന്റ് മാത്രമാണ് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം ടണ്ണോളം മാലിന്യം ഇനിയും സംസ്കരിക്കാനുണ്ട്. പഴയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണിത്. ബ്രഹ്മപുരത്ത് പുതിയ പദ്ധതികൾ നടപ്പാക്കേണ്ടി വരും.
മന്ത്രിയും മുൻ മേയറും ക്രിക്കറ്റ് കളിച്ച ഭൂമിയടക്കം പുഴയെടുത്തുവെന്നാണ് പുതിയ ഭരണസമിതിയുടെ ആരോപണം. കൊച്ചി നഗരസഭ സ്വന്തമായിട്ട് ബ്രഹ്മപുരത്ത് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. കളക്ഷനും അതിൻ്റെ റണ്ണിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ പെർ ഡേ 4 ടൺ വരെ കൊച്ചി നഗരസഭയ്ക്ക് സ്വന്തമായി സംസ്കരിക്കുന്ന രീതിയിലേക്ക്, വേസ്റ്റ് സംസ്കരിക്കുന്ന രീതിയിലേക്ക്, ഈ സാനിറ്ററി പാഡ്സും ഡയപ്പേഴ്സും സംസ്കരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങളാണ് മേയറുടേതെന്ന് മുൻ മേയർ എം അനിൽകുമാർ പറഞ്ഞു. ബയോമൈനിങ്ങിലൂടെ ഭൂമിയുടെ നിരപ്പ് താഴ്ന്നെന്നും വേലിയേറ്റത്തിൽ വെള്ളം കയറാതിരിക്കാൻ കടമ്പ്രയാറിൽ സംരക്ഷണ ഭിത്തി കെട്ടുകയാണ് പരിഹാരമെന്നും അനിൽകുമാർ. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ബ്രഹ്മപുരത്ത് നടത്തിയ ബയോമൈനിങ് പ്രവർത്തനങ്ങൾക്ക് ശേഷം 2 മീറ്ററോളം ആഴത്തിൽ കുഴിച്ചു അവിടെയുള്ള മാലിന്യം എടുത്ത് മാറ്റിയപ്പോൾ സംഭവിച്ചത് ഭൂമി താന്നു പോയിട്ടുണ്ട്. ബാലൻസ് മണ്ണ് മാത്രമാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഭൂമി കുഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊരു പാടമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം കയറി കിടക്കും. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, കടമ്പ്രയാറിന്റെ സൈഡ് കെട്ടിയാൽ മതി. കൊച്ചി കോർപ്പറേഷന്റെ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ മാലിന്യങ്ങളടക്കം സംസ്കരിക്കാനുള്ള പദ്ധതിയാണ് പുതിയ ഭരണസമിതിയുടെ ആലോചനയിൽ. ദിവസങ്ങളോളം കൊച്ചിയെ വിഷപ്പുകയിൽ മുക്കിയ ബ്രഹ്മപുരത്തിന്റെ പേരിൽ പരസ്പര പഴിചാരലല്ല വേണ്ടത്, പകരം ശാശ്വത പരിഹാരമാണ്. വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കൊച്ചി എങ്ങനെ താങ്ങുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. പുതിയ പദ്ധതി വേണ്ടിവരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബ്രഹ്മപുരത്തിനായി വീണ്ടും കോടികൾ പൊടിയുമെന്ന് ഉറപ്പായി. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പണി പൂർത്തിയാക്കി ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് എത്ര നാൾ കാത്തിരിക്കണം? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം? ഇത്രയും നാളൊക്കെ വേണ്ടിവരുമോ എന്ന് ചിന്തിക്കുന്നവരോട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാത്ത ഒരു കെട്ടിടത്തിന്റെ വിശേഷം പറയാം. ഇടുക്കി നെടുങ്കണ്ടത്ത് കേരള ബാങ്കിനായി 1.5 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ നഗരമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്നത്. മരുഭൂമിയിലെ മഴ പോലെ എന്നെങ്കിലും ഒരിക്കൽ ഒരു ഉദ്ഘാടനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നെടുങ്കണ്ടത്തെ കേരള ബാങ്കിന്റെ കെട്ടിടം കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട്. പേരിനെങ്കിലും ഒരു ഉദ്ഘാടനം, അത് ചെയ്യാൻ പോലും ആരുമില്ലെന്നാണ് നെടുങ്കണ്ടത്തെ കേരള ബാങ്കിന്റെ കെട്ടിടത്തിന്റെ വിഷമം. കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011 60 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെ അനാഥമായി കിടന്ന കെട്ടിടം 5 വർഷത്തിന് ശേഷം വീണ്ടും 90 ലക്ഷം മുടക്കി നവീകരണം നടത്തി. ഇതിനിടയിൽ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ട നിർമ്മാണം നടത്തിയത്. ഇതിനിടെ കനത്ത മഴയെ തുടർന്ന് കെട്ടിടത്തിന് പിൻവശത്തെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായി. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ടയാണ് ഇടിഞ്ഞതെങ്കിലും 24 ലക്ഷം രൂപ വീണ്ടും ചെലവാക്കി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി കാട് കയറി നശിക്കാൻ വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്നു നടക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. ഇടജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും കേന്ദ്രമായ കെട്ടിടം അടിയന്തരമായി തുറന്നു പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണത്തിന് വില കൽപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. ആ പണം ഉപയോഗിച്ച് നെടുങ്കണ്ടത്ത് കേരള ബാങ്കിന്റെ ഒരു കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തതാണ്. എന്നാൽ അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പണി പൂർത്തിയായിട്ടും തുറന്നു പ്രവർത്തിക്കാത്തത് ആരുടെ പിടിപ്പുകേടാണെന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ പാലക്കാട്, കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലെ ഫ്യൂസ് ഊരിയതുമായി ബന്ധപ്പെട്ട ആ വാർത്തയെക്കുറിച്ച് ചേറാടി എന്ന പ്രേക്ഷകൻ പറയുകയാണ്, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന കാരണത്താൽ കുറച്ചു ദിവസം പണിയെടുക്കാതെ ശമ്പളം വാങ്ങാം എന്ന് കരുതിയിരിക്കുമ്പോൾ 24ന്റെ കുത്തിത്തിരിപ്പ്. 24നോട് ദൈവം ചോദിക്കുമെന്ന്. ഏതായാലും അവിടുത്തെ ജീവനക്കാരെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പൊതുജനം കഴുതയല്ല സാറിന് ഇല്ല. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. കോഴിക്കോട് കുന്നമംഗലം മണ്ണിലിടം കടവ് നിവാസികളുടെ പാലത്തിനായുള്ള കാത്തിരിപ്പിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രാഥമിക പഠന റിപ്പോർട്ട് സമർപ്പിച്ച് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. താൽക്കാലികമായി നിർമ്മിച്ച മരപ്പാലമാണ് നിരവധി കുടുംബങ്ങളുടെ ആശ്രയം. കുന്നമംഗലം, ചാത്തമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ചെറുപുഴയ്ക്ക് കുറുകെയാണ് പാലം വേണ്ടത്. ഇക്കരെയുള്ളവർക്ക് അക്കരെയെത്താനുള്ള ഏക ആശ്രയം ഈ മരപ്പാലമാണ്.
കമുകും മുളയും കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാലത്തിലൂടെയാണ് നിരവധി കുടുംബങ്ങളുടെ യാത്ര. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യാത്രക്കാരുടെ കഷ്ടപ്പാടിന് അറുതിയില്ല. ഈ വഴിയുമില്ലെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി വേണം മറുകരയെത്താൻ. അതുകൊണ്ട് 2004 ഇതേപോലെ ഇപ്പം ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ട് അത് സ്ഥാപിതമാകാൻ വേണ്ടിക്കൊണ്ടുള്ള ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി നിരന്തരമായ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പാലം എന്ന യാഥാർത്ഥ്യം എപ്പോഴും ആയിട്ടില്ല. കാരണം പാലത്തിൻ്റെ ആവശ്യകത പ്രത്യേകിച്ചും ഈ ഗ്രാമത്തിലുള്ള അതായത് ജനോത്ത് പിലാശ്ശേരി ഗ്രാമത്തിലെ നിവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അവരുടെ എല്ലാ പുരോഗതിക്കും ഈ ഒരു പാലം വളരെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. മണ്ണെടുത്ത് പുഴയിൽ അപകടകരമായ കുഴികളുണ്ട്. അതിനാൽ തന്നെ വെള്ളം കുറഞ്ഞാലും പുഴയിൽ ഇറങ്ങി മറുകര കടക്കാൻ കഴിയില്ല. ഈ ഒരു പാലം യാഥാർത്ഥ്യമാവുക എന്നുള്ളത് ഈ ഒരു നാടിൻ്റെ അതായത് കുന്നമംഗലം, ചാത്തമംഗലം എന്നീ പഞ്ചായത്തിൻ്റെ ഈ ഒരു ഏരിയയുള്ള നാട്ടുകാരുടെ ഒരു സ്വപ്നമാണ്. അത് ഇനി വരുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ മുഴുവൻ. 2004 ഇവിടെ സ്ഥിരമായ നടപ്പാലത്തിനു വേണ്ടി നാട്ടുകാർ അധികൃതരെ സമീപിച്ചത്. 2014 സാധ്യതാ പഠനത്തിനായി സർക്കാർ 4.55 ലക്ഷം രൂപ അനുവദിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് അനുകൂല റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും പാലത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുകയും ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പാലത്തിന്റെ പഠനത്തിനായി പുഴയുടെ ഇരുവശത്തും ഓരോ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുമാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ജനസമ്പർക്ക പരിപാടിയിലും നവകേരള സദസ്സിലും പാലത്തിനായി നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല. വാഹനങ്ങൾ കടന്നു പോകുന്ന നല്ല പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അതുണ്ടാകുന്നില്ലെങ്കിൽ ഭയം കൂടാതെ നടക്കാൻ കോൺക്രീറ്റിൽ തീർത്ത നല്ലൊരു നടപ്പാലമെങ്കിലും വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.